ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ഞങ്ങൾ തങ്ങൾപ്പാറ കണ്ടു കഴിഞ്ഞ് അപ്പോൾ നേരെ മാർമല വെള്ളച്ചാട്ടത്തിലേക്ക് വന്നേക്കണേണ്. അപ്പോൾ അതവിടെ ഒരു പുളിമരം കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇല ഞാൻ ഇഷലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ. അതാണ് അവൾ ആ ടേസ്റ്റ് ചെയ്ത് നോക്കണത്. അപ്പോൾ എൻ്റെ തങ്ങൾപ്പാറയുടെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് മാർമല അരുവിയിലേക്ക് ഞങ്ങളതേ ഇങ്ങനെ നടക്കണേണ്. അപ്പോൾ ഇത് സാധാരണ ഒരു നടപ്പാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചാണ് കഴിഞ്ഞപ്പോഴാണ് ഒന്നൊന്നര കയറ്റായിപ്പോ എന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ പൊക്കത്താണ് നിൽക്കണം. ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നടന്ന് പോയാൽ നേരെ താഴേക്ക് ഇറങ്ങിയ വെള്ളച്ചാട്ടത്തിൽ എത്തുമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ, മലേൻ്റെ പൊക്കത്ത് ഇങ്ങനെ താഴെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സാധാരണ ഇറക്കമല്ല. അതായത് നമ്മൾ കയറി പോവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ എത്തേണ്ടത്. കണ്ട, ഇതിൻ്റെ അടിയിലാണ് കേട്ടോ, നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഒന്ന് മൂടിയിരിക്കണേണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ്. പക്ഷെ അതെങ്ങനെയാണ് പോകേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് പോയത് ഇതേ കണ്ട, ഇവിടെ ഫുൾ പാറയാണ്. ഈ പാറൻ്റെ പൊക്കത്ത് കൂടെ ചവിട്ടി വേറൊരു പാറമ്മ പിടിച്ച് വേണം നമ്മളത് പോകാൻ വേണ്ടിയിട്ട്. ഒന്ന് കൈവിട്ടാൽ നമ്മുടെ കാര്യം തീർന്നത് തന്നെ. കാരണം ഫുൾ പാറയാണ്. ഈ പാറൻ്റെ പൊക്കത്തൂടെ ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് ഇറങ്ങും. കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് ഇറങ്ങും. എന്നിട്ടാണ് നേരെ വെള്ളം. കണ്ടാ, ഇങ്ങനെയാണ് ആ പാറ കിടക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ കയറാൻ വിടണ പാട് നിങ്ങൾ കണ്ടു. ഞാൻ അത് ഓരോ കാലം ഇങ്ങനെ വെച്ച് ചെരുപ്പൊക്കെ ഉരുട്ടി കൈ പിടിച്ചേക്കണുണ്ട്. കാരണം ചെരുപ്പിട്ടിട്ട് പറ്റണില്ല. ഇങ്ങനെ നമ്മൾ പിടിച്ചാണ് നമ്മൾ കയറേണ്ടത്. കാരണം അത്ര റിസ്ക് പിടിച്ചതായിരുന്നു ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറേ പേരൊക്കെ പറ്റാണ്ട് തിരിച്ചു മടങ്ങിപ്പോയിട്ടാണ്. പിന്നെ ഞങ്ങളേതായാലും വന്നല്ലേ, അപ്പോൾ ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണേ. ഇതേ കണ്ടില്ലേ, ഈ കാണുന്ന പാറകളാണ് ഇങ്ങനെ കയറി പോയി പിന്നെ കുറച്ചടുത്തുമ്പോൾ പിന്നെ നമ്മൾ താഴോട്ട് പോകും. അങ്ങനെ നമ്മൾ താഴെ എത്തി. അപ്പോൾ ഒരുവിധം വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൈഡിലെത്തി. ഇനിയും വന്നിട്ട് നമ്മൾ ഇനിയും താഴോട്ട് ഇറങ്ങണം. അപ്പോൾ അധികം ഈ വെള്ളമില്ല കേട്ടോ. നമ്മൾ വന്ന ടൈമിങ്ങിന് അധികം വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ചുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ശരിക്കും അവിടെ എൻജോയ് ചെയ്ത് കുറച്ച്. എന്തായാലും നമ്മൾ വന്നതല്ലേ, എന്തായാലും നമ്മൾ ഇവിടെ ഇറങ്ങാൻ തന്നെ വിചാരിച്ച് ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ കുറേ പേര് പകുതിക്ക് വെച്ച് ഈ പാറയൊക്കെ കണ്ടതിനപ്പോൾ തിരിച്ചു പോയി. അപ്പോൾ അവർ പറഞ്ഞു കയറാൻ പറ്റൂല അങ്ങനെയൊന്നും. എന്നാലും നമ്മളത് ഇറങ്ങിയതേ ഉണ്ട്. ഇനിയും താഴോട്ട് ഇറങ്ങണം. അപ്പോൾ താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ട് പോണേണ്. എങ്ങനെയാണ് ഇത് റൂട്ടിൽ അങ്ങനത്തെ കണ്ടില്ലേ, കുറച്ച് വെള്ളമാണ് വരണത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ശരിക്കും ഒരിത്തിരി വെള്ളം ഉണ്ടായിരുന്നു, ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ അരുവി പോലെ ഉണ്ടായിരുന്നു. അത് ശരിക്കും അവിടെ എൻജോയ് ചെയ്ത്. അപ്പോൾ ഇത് ലാസ്റ്റാണ് കേട്ടോ നമ്മളത്. ഇവിടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്കാണ് ഇനി പോണത്. ഫിഷ്യലിത് അവിടെ റെഡി ആവാനായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തോളൂ. ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല, കുറച്ച് എടുത്തോളൂ. പിന്നെ 6 മണി കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്ന് നമ്മളത് കയറ്റി. പോലീസുകാരാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മളടുത്ത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത് റിസ്ക് എടുക്കണതാണ്. ഇറങ്ങിയ പോലെ തന്നെ തിരിച്ച് അതേപോലെ തന്നെ കയറിപ്പോകണം. അപ്പോൾ ആ പാറമ ഇങ്ങനെ പിടിച്ചാണ് പോണത്. കാരണം ഇത് പോകുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ചാൽ പോകണം. കാരണം നമ്മൾ നനഞ്ഞതൊക്കെ കൊണ്ടിട്ട് ചിലപ്പോൾ വഴുക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഷൂ ഒക്കെ ഊരി കയ്യിലൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ എന്തായാലും വാഗമൺ ട്രിപ്പ് നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവരും വാഗമണിൽ വരണം. മൊട്ടക്കുന്ന് കണ്ട്, പിന്നെ തങ്ങൾപ്പാറ കണ്ട്, പിന്നെ ഒരു അഡ്വഞ്ചർ പാർക്ക് കണ്ട്, പിന്നെ അരുവി മർമല പാർക്ക് വെള്ളച്ചാട്ടമൊക്കെ കണ്ട്. അപ്പോൾ ദേശീയതേ പതിയെ നടന്നു പോണേണ്. അപ്പോൾ ഇവിടം കൊണ്ട് നമ്മുടെ ഈ വാഗമണിൻ്റെ തീരണേണ്. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇത് വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർന്നു ഒരു സങ്കടമൊക്കെ ഇരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണേണ്. അതായത് എല്ലായിടത്തും നമുക്കൊരു ഭാഗ്യം കിട്ടി. എല്ലായിടത്തും ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും അത് അടിച്ചു പൊളിച്ച്. പിന്നെ തങ്ങൾപ്പാറയിൽ ആ പാറയിൽ കയറാൻ പറ്റി, ഖബർ കാണാൻ പറ്റി. പിന്നെ മൊട്ടക്കുന്നിൽ അങ്ങനെ കയറി. അങ്ങനെ ശരിക്കും നല്ലൊരു രസമായിരുന്നു. അപ്പോൾ ഞാനും പിടിച്ച് ഇറങ്ങണേണ്. അപ്പോൾ പോലീസുകാരൻ നമുക്ക് ഈസി വഴി കാണിച്ചു തന്നെ കേട്ടോ. നിങ്ങൾ ഇനി അങ്ങനെ കയറണ്ട, വേറെ വഴി കൂടെ കാണിച്ചു തരാൻ വേണ്ടി പോലീസുകാരൻ ഞങ്ങളെ കൊണ്ടുപോകണേണ്. അപ്പോൾ ഇഷലാണ് കേട്ടോ ആദ്യം ഇറങ്ങണത്. അപ്പോൾ അവളെ പിന്നാലെ തന്നെ ഞാനും പോകണേണ്. കാരണം അവളൊന്ന് പിടിക്കണം, അല്ലെങ്കിൽ ആൾ തെന്നി വീഴും. ഞാനും പിന്നാലെ തന്നെ പോണേണ്. അതൊക്കെ നമ്മൾ ഇറങ്ങണ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടാണ് കയറിയതും ഇറങ്ങണതൊക്കെ. കാരണം അതൊക്കെ ഒരു അഡ്വഞ്ചറാണ്, ഒരു നല്ലൊരു രസമാണ്, സാഹസികത നമ്മൾ എടുത്തത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോലീസുകാർ നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പെൺകുട്ടികൾ മാത്രമായിരുന്നല്ലോ, പോലീസുകാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്.
അങ്ങനെ അതേ ഞങ്ങളത് അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളം കുടിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതിയെ നടന്നു പോകണേണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇതേ കണ്ടത്. അപ്പോൾ ദിശയിൽ ചെരുപ്പില്ലാണ്ടാണ് നടക്കണത് കേട്ടോ. ചെരുപ്പൊക്കെ ബാഗിലേക്ക് എടുത്ത് വെച്ചേക്കണേണ്. അപ്പോൾ ഇതെല്ലാവരും പോലീസുകാരെ കയറ്റി. അപ്പോൾ എല്ലാവരും തിരിച്ചു പോകണേണ്. അപ്പോൾ ഞങ്ങളതേ തിരിച്ചു പോകണേണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ അതേ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അതേ കോടമഞ്ഞൊക്കെ വന്ന് മൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെയൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ പഴയ വീഡിയോസ് എല്ലാവരും പോയിട്ട് കാണണം. ഞാൻ മുട്ടക്കുന്ന് എടുത്തിട്ടുണ്ട്, അഡ്വഞ്ചർ പാർക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ തങ്ങൾപ്പാറ എല്ലാം ഉണ്ട് കേട്ടോ. വാഗമണിൽ മൊത്തം ഞാൻ എവിടേക്കാണ് പോയത് അതെല്ലാം ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാഗമണിൽ വന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ദേ ഇവിടെ മാർമല അരുവിയിലേക്കുള്ള ഫോട്ടോ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് അരുവിയേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം. അപ്പോൾ ദേ അവിടെ നിന്ന് ഞങ്ങൾ വിട പറയണേണ് കേട്ടോ. ഞങ്ങൾ നേരെ ഇനി വണ്ടിയിലേക്ക് പോയി വണ്ടിയൊക്കെ വിട്ട് നമ്മളിനി തിരിച്ച് വീട്ടിലേക്കാണ്. അപ്പോൾ ഒരു 10-10:30 ഒക്കെ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ നമ്മളൊന്ന് കയറിക്കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുക്കണേണ്. കാരണം കാലൊക്കെ അത്രയും വേദന ഉണ്ട്. പാറയൊക്കെ കയറലും ഇറങ്ങലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. അപ്പോൾ അതേ ഞാൻ ഇനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. അപ്പോൾ എൻ്റെ ഈ വാഗമൺ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല വ്യൂസും നല്ല എല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ.